സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ആധുനിക കാലഘട്ടത്തിൽ സൈബർ ലോകത്തുണ്ടാകുന്ന ചലനങ്ങൾ ഏത് നിമിഷവും യഥാർത്ഥ ലോകത്തെ മാറ്റിമറിക്കാമെന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി. ഇതുവരെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, റെഡിറ്റ് തുടങ്ങിയ മാധ്യമങ്ങളിലെ ട്രോളുകളിലും കമന്റ് ബോക്സുകളിലും മാത്രം കണ്ടു ശീലിച്ച ഒരു സാങ്കല്പിക രാഷ്ട്രീയ രൂപം കൊച്ചി മറൈൻ ഡ്രൈവിൽ തങ്ങളുടെ ആദ്യത്തെ ഓഫ്ലൈൻ സൗഹൃദ കൂട്ടായ്മയ്ക്ക് ഒരുങ്ങുന്നു എന്ന വാർത്ത കേരളീയ സമൂഹത്തിൽ വലിയ കൗതുകവും അതോടൊപ്പം ചില ആശങ്കകളും ഉയർത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ രാഷ്ട്രീയ ചർച്ചകളെയും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളെയും പരിഹസിക്കുന്നതിനായി ട്രോളർമാർ രൂപം നൽകിയ ഒരു മീം മാത്രമായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയുടെ നിറം, ചിഹ്നം, മുദ്രാവാക്യങ്ങൾ എന്നിവയെ അനുകരിച്ചുകൊണ്ട് എന്നാൽ തികച്ചും ഹാസ്യാത്മകമായ രീതിയിലാണ് ഇതിന്റെ സൈബർ രൂപം നിർമ്മിക്കപ്പെട്ടത്. ലോകാവസാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി എന്ന നിലയിലാണ് പലപ്പോഴും പാറ്റ ട്രോളുകളിൽ ഇടം പിടിക്കുന്നത്. ഏത് കഠിന സാഹചര്യത്തിലും നിലനിൽക്കുന്ന തങ്ങളുടെ സൈബർ സാധ്യതയെ സൂചിപ്പിക്കാൻ ഇവർ ഈ പേര് തിരഞ്ഞെടുത്തുവെന്ന് കരുതാം. തുടക്കത്തിൽ രാഷ്ട്രീയ ട്രോളുകളുടെ താഴെ കമന്റുകളായി പ്രത്യക്ഷപ്പെടുന്ന CJP എന്ന പേര് പതുക്കെ യുവാക്കൾ ഏറ്റെടുക്കുകയായിരുന്നു. നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥിതിയോടുള്ള വിയോജിപ്പോ അല്ലെങ്കിൽ വെറും ഒരു വിനോദമോ ആയിട്ടാണ് ഭൂരിഭാഗം പേരും ഇതിൽ പങ്കാളിയായത്. CJP കോക്രോച്ച് ജനതാ പാർട്ടി സൗത്ത് ഇന്ത്യ കൊച്ചി മീറ്റപ്പ് എന്ന തലക്കെട്ടോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഡിജിറ്റൽ പോസ്റ്റാണ് ഈ വിഷയത്തെ ഗൗരവകരമായ ചർച്ചകളിലേക്ക് നയിച്ചത്. കൊച്ചി മറൈൻ ഡ്രൈവിൽ വൈകിട്ട് 3 മണിക്ക് ഒത്തുചേരൽ നടക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഈ വിചിത്ര കൂട്ടായ്മ വെറും ഒരു പ്രഹസനമല്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രചരിക്കുന്ന പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ടെലഗ്രാം ഗ്രൂപ്പിലെ സന്ദേശങ്ങൾ. തികച്ചും സംഘടിതമായ രീതിയിൽ 5 പ്രധാന അജണ്ടകളാണ് ഇവർ ഈ ഒത്തുചേരലിനായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുവരെ കമ്പ്യൂട്ടർ, മൊബൈൽ സ്ക്രീനുകൾക്ക് പിന്നിലിരുന്ന വ്യാജ പേരുകളിലും യഥാർത്ഥ പേരുകളിലും സംസാരിച്ചിരുന്ന ഡിജിറ്റൽ സുഹൃത്തുക്കൾക്ക് നേരിട്ട് കാണാനും പരിചയപ്പെടാനുമുള്ള ഒരു വേദി ഒരുക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. കേൾക്കുന്നവർക്ക് ചിരി ഉണർത്തുമെങ്കിലും പാർട്ടി ഒരു ഔദ്യോഗിക രാഷ്ട്രീയ സംഘടനയായി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിയമപരമായ സാധ്യതകൾ ചർച്ച ചെയ്യുമെന്നാണ് സന്ദേശത്തിലുള്ളത്. ഇത് കേവലം വിനോദത്തിനപ്പുറം ഈ കൂട്ടായ്മയെ കൊണ്ടുപോകാൻ ചിലരെങ്കിലും ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത്. കേവലം ട്രോളുകൾ മാത്രമല്ല, തങ്ങളുടെ ഡിജിറ്റൽ സ്വാധീനത്തെ ഉപയോഗിച്ച് സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ചാരിറ്റി പ്രവർത്തനങ്ങളോ ശുചീകരണ പ്രവർത്തനങ്ങളോ എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ. കേരളത്തിലെ മറ്റ് ജില്ലകൾക്കും സമാനമായ രീതിയിൽ സൗത്ത് ഇന്ത്യ തലത്തിൽ ഈ കൂട്ടായ്മ എങ്ങനെ വ്യാപിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള റോഡ് മാപ്പ് തയ്യാറാക്കൽ. ക്രമസമാധാന പ്രശ്നങ്ങളോ രാഷ്ട്രീയ സംഘർഷങ്ങളോ ഉണ്ടാകാതെ തികച്ചും സമാധാനപരമായി തങ്ങളുടെ ആശയങ്ങൾ പങ്കുവെച്ച് പിരിയുക എന്ന നിബന്ധനയും ഈ ഗ്രൂപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു വിചിത്രമായ പേരിൽ പെട്ടെന്ന് രൂപപ്പെടുന്ന ഇത്തരം കൂട്ടായ്മകളെ വളരെ ഗൗരവത്തോടെയാണ് കൊച്ചി സിറ്റി പോലീസും ഇന്റലിജൻസ് ഭൂരിഭാഗവും കാണുന്നത്. അതിനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ്. ഈ ഗ്രൂപ്പിന്റെ യഥാർത്ഥ അഡ്മിന്മാർ ആരാണെന്നോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മാസ്റ്റർ ബ്രെയിൻ ആരുടേതാണെന്നോ ഉള്ള വ്യക്തമായ വിവരങ്ങൾ സൈബർ പോലീസിന് പോലും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറൈൻ ഡ്രൈവ് പോലെ എപ്പോഴും ജനത്തിരക്കുള്ള ഒരു സ്ഥലത്ത് മുൻകൂട്ടി അനുമതി വാങ്ങാതെ വലിയൊരു ജനക്കൂട്ടം, പ്രത്യേകിച്ച് യുവാക്കൾ ഒത്തുകൂടിയാൽ അത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. കോക്രോച്ച് എന്ന പരിഹാസ്യമായ പേരിന്റെ മറവിൽ സാമൂഹ്യവിരുദ്ധ ശക്തികളോ ലഹരി മാഫിയകളോ യുവാക്കളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയവും ഇന്റലിജൻസ് വിഭാഗത്തിനുണ്ട്. തന്മൂലം മറൈൻ ഡ്രൈവ് പരിസരത്ത് പോലീസിന്റെ പ്രത്യേക നിരീക്ഷണവും ഇന്റലിജൻസ് വിന്യാസവും ഇത്തരം സന്ദർശനങ്ങളിൽ ഏർപ്പെടുത്താറുമുണ്ട്. എന്തുകൊണ്ടാണ് യുവാക്കൾ ഇത്തരം വിചിത്രമായ ഗ്രൂപ്പുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? ഇതിന് പിന്നിൽ ശക്തമായ ചില സാമൂഹിക കാരണങ്ങളുണ്ട്. നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്പരമുള്ള ചെളിവാരി എറിയലുകളിലും അഴിമതികളിലും അക്രമ രാഷ്ട്രീയത്തിലും മനം മടുത്ത പുതുതലമുറ അതിനോടുള്ള തങ്ങളുടെ നിശബ്ദമായ പ്രതിഷേധം ഇത്തരം പരിഹാസ രൂപങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഡിജിറ്റൽ ലോകത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്ന യുവാക്കൾക്ക് സമാന ചിന്താഗതിയുള്ള ആളുകളുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഇത്തരം മീം സംസ്കാരങ്ങൾ എളുപ്പത്തിൽ വഴിയൊരുക്കുന്നു. അപരിചിതരായ ആളുകൾ ഒരു പ്രത്യേക തമാശയുടെയോ ആശയത്തിൻ്റെയോ പേരിൽ പെട്ടെന്ന് ഒന്നിക്കുകയും അതുവഴി ഒരു തരം സുരക്ഷിതത്വ ബോധം കണ്ടെത്തുകയും ചെയ്യുന്ന പുതിയ കാലത്തെ രീതിയാണിത്. ട്രോളുകളിൽ നിന്ന് യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്ക് പാർട്ടികൾ വരുന്നത് ലോകത്തെ ആദ്യത്തെ സംഭവമല്ല. ചരിത്രത്തിൽ ഇതിനു മുൻപും ഇത്തരം വിചിത്രമായ നീക്കങ്ങൾ വിജയകരമായി നടന്നിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസികളെ പരിഹസിക്കാൻ ഒരു നായയുടെ ചിത്രം വെച്ച് തുടങ്ങിയ മീം കോയിൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസികളിൽ ഒന്നാണ്. കാനഡയിൽ നിലവിലുണ്ടായിരുന്ന ഒരു സാങ്കല്പിക പാർട്ടി തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഗുരുത്വാകർഷണ നിയമം റദ്ദാക്കും, അത്ലറ്റിക് സമുദ്രം വറ്റിക്കും തുടങ്ങിയ തമാശകൾ പറഞ്ഞ് ജനശ്രദ്ധ നേടിയിരുന്നു. സെർവന്റ് ഓഫ് ദി പീപ്പിൾ എന്ന ജനപ്രിയ കോമഡി പരമ്പരയിൽ അവിചാരിതമായി പ്രസിഡന്റ് ആകുന്ന അധ്യാപകന്റെ വേഷം ചെയ്ത താരം പിന്നീട് അതേ പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തു. ഇത്തരം ആഗോള ഉദാഹരണങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയെ വെറും ഒരു തമാശയായി കണ്ട് തള്ളിക്കളയാൻ കഴിയില്ല. ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് ഡിജിറ്റൽ ലോകവും യാഥാർത്ഥ്യം തമ്മിലുള്ള അതിർവരമ്പുകൾ എങ്ങനെ മാഞ്ഞു പോകുന്നു എന്നതിലേക്കാണ്. സോഷ്യൽ മീഡിയയിലെ അൽഗോരിതങ്ങൾ വഴി ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഒരേ സമയം ഈ ആശയം എത്തിക്കാൻ ഇന്ന് സാധിക്കും.
ഈ സ്വാധീനത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ വലിയ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇത് തെറ്റായ കൈകളിൽ എത്തിയാൽ പ്രവചനാതീതമായ നാശനഷ്ടങ്ങൾക്കും കാരണമാകാം. യുവാക്കളുടെ സർഗാത്മകതയുടെ സംഘടനാശേഷിയും വർദ്ധിപ്പിക്കുന്നു. ജാതിമത ഭേദമന്യേ മനുഷ്യർക്ക് ഒന്നിക്കാനുള്ള വേദി ലഭിക്കുന്നു. പരമ്പരാഗത ചട്ടക്കൂടുകളെ പൊളിച്ചെഴുതാൻ കഴിയുന്നു. കൃത്യമായ നേതൃത്വമില്ലാത്തതിനാൽ ആൾക്കൂട്ട ആക്രമണങ്ങളിലേക്ക് നയിച്ചേക്കാം. വ്യാജ വാർത്തകളും അജണ്ടകളും തിരിച്ചറിയാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. നിയമപരമായ ബാധ്യതകളെക്കുറിച്ച് യുവാക്കൾക്ക് കൃത്യമായ ധാരണ ഉണ്ടാകില്ല. കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ന് കൊച്ചി മറൈൻ ഡ്രൈവിൽ വിജയകരമായി ഒത്തുകൂടിയാലും ഇല്ലെങ്കിലും ഇതൊരു പുതിയ കാലത്തിന്റെ സൂചനയാണ്. സോഷ്യൽ മീഡിയ എന്നത് വെറും ഒരു വിനോദോപാധി മാത്രമല്ല, മറിച്ച് അതിന് മനുഷ്യരെ തെരുവിലേക്ക് ഇറക്കാനും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനുള്ള ശേഷിയുമുണ്ടെന്ന് ഈ സംഭവം തെളിയിക്കുന്നു.